സ്റ്റഡി വ്ലോഗ് ആട്ടോ. അപ്പം ഇന്ന് എനിക്ക് എൻ്റെ ഒഫ്താൽമോളജിയുടെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റഡി വ്ലോഗ് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. അതെന്താണെന്ന് ഞാൻ പതിയെ പറയാം. ആദ്യം ഇത് ഏതാണ് എക്സാം, എങ്ങനെയാണ് എക്സാം, അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ എക്സാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഒഫ്താൽമോളജിയുടെ എക്സാമാണ് ഉള്ളത്. പൊതുവേ ഞങ്ങളുടെ ഈ കഴിഞ്ഞ എക്സാംസ് എല്ലാം നടന്നത് ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ട്, കാരണം കുറച്ച് രാവിലെ പഠിക്കാനുള്ള സമയം ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 10 മണിക്കാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കിട്ടിയ ടൈമും കുറവാണ്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പതിയെ പറയാം. വേറെ ഒന്നുമല്ല, നമ്മൾ ചില എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയില്ലേ ഏതായാലും ഈ എക്സാം നമ്മൾ തോക്കാനാണ് പോകുന്നതെന്ന് ഓർത്തിട്ട് നമ്മൾ ചില എക്സാമിന് പ്രിപ്പയർ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഒഫ്താൽമോളജി അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അതുമാത്രമല്ല, നമ്മുടെ കോളേജിൽ ഒഫ്താൽമോളജി അത്യാവശ്യം നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്വസ്റ്റ്യൻസ് ഇടുന്ന ടഫാണ്, വാല്യുവേഷൻ നല്ല ടഫാണ്. അതിൻ്റെ കൂട്ടത്തിൽ എക്സാം നേരത്തെയും കൂടെ വെച്ചപ്പോഴേക്കും നമുക്ക് പഠിക്കാനുള്ള ടൈം പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ഏകദേശം ഒരു പ്രെഡിക്ഷൻ ഉണ്ടായിരുന്നു. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു തോൽവിക്ക് വേണ്ടിയുള്ളൊരു പഠിത്തമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കേട്ടോ നമ്മുടെ എക്സാം ടൈം മാറ്റിയ കാര്യമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ ഒക്കെ മാറ്റേണ്ടി വന്നു. നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാമെന്ന് വെച്ചപ്പോഴേക്കും ഭയങ്കര പെട്ടെന്നൊരു സ്ട്രെസ്സാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒരു 12 മണിക്കൊക്കെ കിടക്കണമെന്ന് വിചാരിച്ചത് 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 4:30 വീണ്ടും എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, ഭയങ്കര തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പിന്നെ വീണ്ടും രാവിലെ പാട്ടൊക്കെ കേട്ട് പഠിക്കാമെന്ന് വെച്ചു. അല്ലാണ്ട് വേറെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. വേറൊരു കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പഠിക്കണ സമയത്ത് ഞാൻ എന്തൊക്കെയോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ കവർ ചെയ്തു. എന്തൊക്കെയൊക്കെ പഠിക്കണ ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം നല്ലൊരു എഫോർട്ട് ഇട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ സോൾവ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ, ഞാൻ പറഞ്ഞില്ല ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പാസ്സാവുമെന്ന്. കാരണം നമുക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് ഉണ്ട് ഒഫ്താൽമോളജി ടഫാണ്, പാസ്സാവാൻ ചാൻസ് ഇല്ല. ഒരു ഡീസൻറ്റ് തോൽവി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പഠിത്തമൊക്കെങ്കിലും പഠിക്കണമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആ ഒരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചത്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായത്. കാരണം എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഒഫ്താൽമോളജി 70% ഞാൻ പഠിച്ചൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ 1 ടൈമെങ്കിലും വായിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഒരു 70% വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടം വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 3-4 തവണയൊക്കെ റിവൈസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് നന്നായിട്ട് ഓർത്ത്, അതായത് ഈവൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ തുടക്കം പോലും എനിക്ക് കിട്ടാത്തൊരു പൊസിഷനിലായിരുന്നു ഞാൻ നിന്നത്. കാരണം ഒരു പോയിൻ്റ് പോലും ഓർമ്മയില്ല. എന്താ പറയുക, ഞാൻ കുറേ തവണ വായിച്ചതാണ്. ഞാൻ എക്സാമിന് കയറുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് വരെ നോക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ തുടക്കം പോലും കിട്ടില്ല. എനിക്ക് ഏറ്റവും സങ്കടവും ശരിക്കും പറഞ്ഞാൽ കരച്ചിലൂടെ വന്നു. അതായത് നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഈ പഠിച്ച ക്വസ്റ്റ്യൻസിൻ്റെ തുടക്കം പോലും കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അതിൻ്റെ കൂട്ടത്തിൽ എക്സാമിൻ്റെ അന്ന് എനിക്ക് നല്ല തലവേദനയും ചുമയും നെഞ്ചിന് വേദനയും അങ്ങനെ എല്ലാ അസുഖങ്ങളോടും ഒന്നിച്ചുണ്ടായിരുന്നു. എക്സാമിൻ്റെ ഒക്കെ സമയം എടുക്കാറായപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, 1 മണിക്ക് എക്സാം ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. പെട്ടെന്ന് ഇതുപോലെ ടൈം മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒന്നും സമയത്തിന് തീരുന്നില്ല. എനിക്ക് ആകെപ്പാടങ്ങ് ഭ്രാന്താകുമായിരുന്നു എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ ഓർത്തത് ആദ്യത്തെ എക്സാം അല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനിക്കായിരുന്നു. പിന്നെ അല്ലെങ്കിലും നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെയ്യുക, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. കാരണം ഞങ്ങളുടെ ഒഫ്താൽമോളജിയിലെ സാർ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുമായിരുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന എഫോർട്ട് നമ്മൾ ഇടുക, ബാക്കി റിസൾട്ടൊക്കെ നമ്മൾ പിന്നെ നോക്കിയാൽ മതി എന്നൊക്കെ സാറിങ്ങനെ പറഞ്ഞു. അതുപോലെ പറ്റുന്ന പോലെ അത്ര എഫോർട്ട് ഇടാൻ, ബാക്കിയൊക്കെ ലാസ്റ്റ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു.
അങ്ങനെ പഠിച്ച് പിടിച്ച് ഞാൻ കട്ടിൽ കിടന്ന് വരെ പഠിക്കാൻ തുടങ്ങി. എവിടെയും ആരോ പറഞ്ഞ പോലെ കിടന്നു ഇരുന്നു എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കോമഡി ഇതിനൊന്നും ഒരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ ചത്ത് കിടന്നെന്ന് പഠിച്ചതെന്ന് ഓർത്തു. പിന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വായോ നമുക്കിത് പതിയെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി റെഡി ആവാം. അപ്പോൾ പഠിത്തമൊക്കെ ഇവിടെ വെച്ച് നിർത്തി ഇനി പതിയെ റെഡി ആവാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഇന്നത്തെ എക്സാമിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്നാൽ പിന്നെ കുറച്ച് ഒരുങ്ങുന്ന വീഡിയോ എങ്കിലും എടുക്കാം, അതെങ്കിലും കുറച്ച് ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഈ കണ്ട സന്തോഷമൊന്നും എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. എക്സാം ഹാളിൽ ഞാൻ സത്യം പറഞ്ഞ കിളി പോയി, എൻ്റെ കിളികൾ പോയെന്ന് തന്നെ പറയാം. കാരണം ഈവൻ അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ തന്നെയാണ് ഞാൻ എഴുതുന്നത്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓർക്കുന്ന ഈ മഴയൊക്കെ കൊണ്ടിട്ടാണല്ലോ ഞാൻ തോക്കാനുള്ള പരീക്ഷയ്ക്ക് പോകുന്നതെന്ന്. അങ്ങനെ ഫെയിലാവാൻ വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. മഴയൊന്ന് കുറച്ച് കുറയാൻ വേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, എന്നിട്ട് പതിയെ ഇറങ്ങാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ എൻ്റെ യൂണിഫോം ഒക്കെ നനഞ്ഞ് കുളമാവും. പിന്നെ ഞാനിതാ കോളേജിൽ പോകാൻ വേണ്ടിയുള്ള ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് സർജറിയാണ് പോസ്റ്റിംഗ് ഉള്ളത്, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് സർജറി ഉണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ക്രബും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ അത് വേറൊരു സീനാവും. അതുകൊണ്ട് അതൊക്കെ എടുത്തു വെച്ചിട്ട് കോളേജിൽ പോവുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പൾമനോളജിസ്റ്റിനെ കാണണമായിരുന്നു. അപ്പോൾ അതുകൂടെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. പിന്നെ എക്സാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ടഫായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ എനിക്കത് നല്ലപോലെ എഴുതാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഞാൻ എക്സാം ടഫായിരുന്നു, ഞാൻ ഫെയിലാകുമായിരിക്കും, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് പാസിന് വേണ്ടിയാണ് പഠിക്കുന്നത്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഗ്ലോറിഫൈ ചെയ്യുന്നതാണെന്നും നെഗറ്റിവിറ്റി തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് മെഡിക്കൽ സ്റ്റുഡൻസിന് ഇതൊക്കെ വളരെ യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന മെഡിക്കോസിന് ചിലപ്പോൾ നല്ലപോലെ ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും എഫോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയില്ല. അത് മേ ബി സബ്ജക്റ്റിൻ്റെ കുഴപ്പമായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടുത്ത എക്സാമിന് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ വിഷമം വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നല്ല മൂഡായതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് ഇതൊന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരുണ്ടോ? നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ്? എൻ്റെ ഫേവറേറ്റ് അനീഷാണ്. എനിക്ക് ആളുടെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഞാൻ കണ്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.